എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻ ട്രാൻഷ്യൻ്റ് അനാലിസിസ് ആണ്. തേർഡ് മോഡ്യൂളിൽ ഓൾറെഡി നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻഷ്യൻ്റ് അനാലിസിസ് ഓഫ് സീരീസ് RLRC ആൻഡ് RLC സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ തന്നെ അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് വേറൊരു മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ എങ്ങനെയാണ് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് സർക്യൂട്ട്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തറിയണം, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതറിഞ്ഞാലേ നമുക്ക് സർക്യൂട്ടിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബേസിക് ട്രാൻസ്ഫോം വിച്ച് ഈസ് യൂസ്ഡ് ടു സോൾവ് ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 നോക്കിയപ്പോൾ കണ്ടായിരുന്നു എല്ലാ സീരീസ് RL ആയാലും RC ആയാലും സർക്യൂട്ട്സിനെയൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഫോം ചെയ്തൊക്കെ വരുമ്പോൾ നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് കിട്ടിയിരുന്നത്. അത് ഹോമോജീനിയസും കിട്ടിയിട്ടുണ്ട്, നോൺ ഹോമോജീനിയസും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പെർട്ടിക്കുലർ ഇൻ്റഗ്രലും കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻസ് ഒക്കെ എടുത്തത്. സോ ആ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. പകരം ഈ മൊഡ്യൂളിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ലീനിയർ സർക്യൂട്ട്സിനെ സോൾവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ നോക്കാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം of a function f of t. എൻ്റെ ഫംഗ്ഷൻ ഇവിടെ f of t എന്ന് പറയുന്നതാണ്. is stated that എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t നെ നമ്മൾ ക്യാപിറ്റൽ L of f of t എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. L of f of t ഈക്വൽ ടു f of s, അതായത് ടൈം ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ചെയ്യുക. അപ്പോൾ L of f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, f of t ആണ് നമ്മുടെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ടി ഡൊമൈനിലുള്ള ഫംഗ്ഷനെ നമ്മൾ എസ് ഡൊമൈനിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ടൈം ഡൊമൈനിലുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പകരം ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അതായത് എസ് ഡൊമൈനിലുള്ള ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നൊട്ടേഷൻ കൊടുക്കാറ്. എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity f of t e raised to minus st into dt. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to infinity ആ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ബൈ മൾട്ടിപ്ലൈങ് വിത്ത് e raised to minus st dt. ഇതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് RLRC RLC സർക്യൂട്ട്സിലാണ്. സോ ഓരോ എലമെൻറ്റ്സും, അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ആ എലമെൻറ്റ്സിലൊക്കെ എന്താണ് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് കഴിയുമ്പോൾ, ആ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം ബേസിക് സിഗ്നൽസ് നോക്കാം. സം ബേസിക് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നോക്കാം നമുക്ക്. എഫ് ഓഫ് ടിയും എഫ് ഓഫ് ടി ആണ് നമ്മുടെ ഫംഗ്ഷൻ, എഫ് ഓഫ് എസ് ആണ് അതിൻ്റെ ട്രാൻസ്ഫോം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് 1ൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലേസ് എന്തായിരിക്കും, 1/s. 1 ആണെങ്കിൽ 1/s, 2 ആണെങ്കിൽ 2/s, അങ്ങനെ ഏതായാലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂൻ്റെ ഡിവൈഡഡ് ബൈ എസ് കൊടുത്താൽ അതിൻ്റെ ട്രാൻസ്ഫോമായി. പിന്നെ യു ഓഫ് ടി എന്ന് പറയും നമ്മൾ, അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും അല്ലേ. നിങ്ങളിതൊക്കെ ബേസിക്കായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ബേസിക് സിഗ്നൽസ് പറയുന്നതാണ് യൂണിറ്റ് സ്റ്റെപ്പ്, റാമ്പ്, ഇമ്പൾസ്, പാരാബോളിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബേസിക് സിഗ്നൽസ് പറയും. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, യൂണിറ്റി ആണ് അതിൻ്റെ വാല്യൂ 1. പിന്നെ 0 യു ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് കണ്ടീഷൻ. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിലെല്ലാം ആ ഫംഗ്ഷൻ 1 ആയിട്ട്
1 എന്നുള്ള വാല്യൂവിൽ അല്ലെങ്കിൽ യൂണിറ്റ് എന്നുള്ള വാല്യൂവിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ അതിൻ്റെ വാല്യൂ നമുക്ക് 1/s ആണ് കിട്ടുക അല്ലേ. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ് മാഗ്നിറ്റ്യൂഡ്, അതാണ് പേര് തന്നെ യൂണിറ്റ് സ്റ്റെപ്പ് എന്ന്. പിന്നെ അതൊരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s ആയിരിക്കും. ഇനി അടുത്തത് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയും നമ്മൾ. ഡെൽറ്റ എന്ന് പറയുന്നത് ഇമ്പൾസ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇമ്പൾസ് ഫംഗ്ഷനെ ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ടി ഇത് എഫ് ഓഫ് ടി. ഇമ്പൾസിൻ്റെ പ്രത്യേകത ഒരു ചെറിയൊരു ഇൻസ്റ്റൻറ്റിൽ, അതായത് 0 എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രമേ അതിന് ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ഇമ്പൾസ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. സോ ഡെൽറ്റ ഓഫ് ടിയുടെ ലാപ്ലേസ് എടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. സോ ഇത് ഈ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽറ്റ ഓഫ് ടി ഈക്വൽ ടു 1 വെൻ ടി ഈക്വൽ ടു 0, 0 വെൻ ടി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ 0 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ മാത്രമേ ഇമ്പൾസ് ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ, യൂണിറ്റി എന്നുള്ള വാല്യൂ. അല്ലാത്ത എല്ലാ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ അതിൻ്റെ ലാപ്ലേസ് 1 ആണ്. പിന്നെയുള്ളത് e⁻−at. നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്സിൽ ഫസ്റ്റ് ഇയർ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ബേസിക് ലാപ്ലേസ് എങ്ങനെയാണ് കാണുക, ഇൻവേഴ്സ് ലാപ്ലേസ് എങ്ങനെയാണ് കാണുക എന്നൊക്കെ അവിടെ പഠിക്കുന്നതാണ്. അതിൻ്റെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഓർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സബ്ജക്ട്സിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ. നിങ്ങൾ ബേസിക്കായിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനൊക്കെ മാത്സിൽ പഠിക്കുന്നതാണ്. പക്ഷെ നമുക്കിപ്പോൾ അത്രയ്ക്കൊന്നും ഡീപ്പായിട്ട് പോകണ്ട. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ e⁻−at ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s + a. ഇവിടെ -at ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ നമ്മൾ ട്രാൻസ്ഫോം എടുത്തു കഴിയുമ്പോൾ അത് s + a ആവും. അപ്പം അങ്ങനെയാണെങ്കിൽ e⁻+at എന്തായിരിക്കും വരിക? 1/s - a എന്നാവും. ഉണ്ടോ ഡിനോമിനേറ്ററിൽ e⁻ൻ്റെ ന്യൂമറേറ്ററിൽ അല്ലെങ്കിൽ e⁻ൻ്റെ പവറിൽ +at ആണെങ്കിൽ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ അത് 1/s - a എന്നാവും. അപ്പോൾ ആ സൈൻ ചേഞ്ച് ശ്രദ്ധിക്കണം. ഇനി ബാക്കി നമുക്ക് ഈ മൊഡ്യൂളിൽ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത് e⁻ പറഞ്ഞു. ഇനി സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടിയുടെ ω/s² + ω². ഇനി കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എസ് വരും, ഡിനോമിനേറ്റർ സെയിം s² + ω². അപ്പോൾ സൈനും കോസും നമ്മൾ ആകെ ഒരു ചേഞ്ച് ന്യൂമറേറ്റേഴ്സിൽ മാത്രമാണ്. പിന്നത്തത് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇനിയുള്ളത് t⁻n എന്ന് പറയും നമ്മൾ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്നൊക്കെ പറയുന്നില്ലേ, അത് ടിയുടെ പവർ കൂടാണെങ്കിൽ t⁻n ആണെങ്കിൽ n⁻s⁻n + 1. t⁻n n⁻s⁻n + 1. അപ്പോൾ എന്നിൻ്റെ വാല്യൂവിനനുസരിച്ച് ഇത് ചേഞ്ച് ആവും. ഇനി സപ്പോസ് ഇത് ടി ആണെന്ന് വിചാരിക്കാം, അതായത് എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്ത് വരും? 1 × s⁻1 + 2i. അതായത് 1 എന്ന് പറഞ്ഞാൽ 1/s². അതാണ് ടിയുടെ. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ബേസിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ മൊഡ്യൂളിൽ നല്ല നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സബ്ജക്ട്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആപ്ലിക്കേഷൻസ് വരും. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് അനാലിസിസ് എന്നുള്ള സബ്ജക്റ്റിൽ മാത്രമല്ലാതെ നമുക്ക് ബാക്കി ഇനി ഇൻ ഫ്യൂച്ചർ ബാക്കി സെമിസ്റ്റേഴ്സിലും ഒക്കെ വേറെ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ ലാപ്ലേസ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് ലാപ്ലേസും ഫൊറിയറുമാണ് ഇലക്ട്രിക്കൽ സബ്ജക്ട്സിലൊക്കെ അനാലിസിസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ട്രാൻസ്ഫോംസ് വരാം. സോ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെ ലാപ്ലേസോ ആവശ്യം വരുന്നുണ്ടോ അപ്പോൾ അവിടെയൊക്കെ ഈ ബേസിക് കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ആവശ്യം വരും. സോ അതുകൊണ്ട് ഇത്രയും ബേസിക് ഇക്വേഷൻസ് എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് സർക്യൂട്ടിലേക്കാണ്. സർക്യൂട്ട് എലമെൻറ്റ്സിലേക്കും സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകും. ഇത് നമ്മൾ ബേസിക് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയാസ് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സപ്ലൈ സൈഡിൽ അല്ലെങ്കിൽ സോഴ്സ് സൈഡിലൊക്കെ ആവശ്യം വരും. പിന്നെ നമ്മൾ ജസ്റ്റ് അടുത്തത് എലമെൻറ്റ് സൈഡിലേക്ക് കിടക്കുകയാണ്. Laplace transforming in circuit analysis.
അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ എഫ് ഓഫ് ടി ഉണ്ട്, എഫ് ഓഫ് ടി ഉണ്ട്, നമുക്ക് എഫ് ഓഫ് എസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. കോൺസ്റ്റൻറ്റ് സോഴ്സ് ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഒരു ഡി സി സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ നമുക്ക് വി ബൈ എസ് ഓർ ഐ ബൈ എസ് കിട്ടും. വി ബൈ എസ് അഥവാ ഐ ബൈ എസ്, അതാണ് ഫസ്റ്റ് വൺ. ഇനി വേരിയബിൾ സോഴ്സ് ആണെങ്കിൽ, അതായത് എ സി സോഴ്സസ് ആണെങ്കിൽ, വേരിയബിൾ സോഴ്സ് ആണെങ്കിൽ നമ്മളതിനെ വി ഓഫ് എസ് ഓർ ഐ ഓഫ് എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് എ സി അല്ലെങ്കിൽ സൈനസോയിഡൽ സോഴ്സസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വി ഓഫ് എസ് അല്ലെങ്കിൽ ഐ ഓഫ് എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡി സി സോഴ്സ് വന്നാൽ മറിച്ച് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് വി ബൈ എസ് അഥവാ ഐ ബൈ എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി നമ്മുടെ ഫസ്റ്റ് എലിമെൻറ്റ് ആരെ എടുക്കാം? റെസിസ്റ്റൻസ് എടുക്കാം. നമുക്ക് റെസിസ്റ്റൻസ് ആർ, നമുക്ക് കെ വി എൽ അപ്ലൈ ചെയ്താൽ റെസിസ്റ്റൻസ് ആറിന് എന്ത് വരും? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ നമുക്ക് വി ഓഫ് എസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരും ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ. സപ്പോസ് ഇതൊരു എ സി സോഴ്സ് ആണെങ്കിൽ അപ്പോൾ വി ഓഫ് എസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ ഓഫ് എസ്. നേരെ മറിച്ച് ഡി സി ആണെങ്കിൽ വി ബൈ എസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആർ ബൈ എസ് ഇൻറ്റു ഐ അല്ലേ? ആ ഒരു ഫോമിൽ വരും, കോൺസ്റ്റൻറ്റ് എന്നുള്ള വാല്യൂവിൽ വരും. അപ്പോൾ വി ഓഫ് എസിനെ നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, റെസിസ്റ്റൻസിനെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇൻഡക്റ്ററിനെ നോക്കാം. എല്ലിൻ്റെ കേസിൽ, ഇൻഡക്റ്ററിൻ്റെ കേസിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇൻഡക്ടർ എല്ലിൻ്റെ കേസിൽ വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. വി എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. സോ നമുക്കിതിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? വി ഓഫ് എസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ബൈ ഡി ടി എന്നുള്ള ടേം. ഡി ബൈ ഡി ടി എന്നുള്ള ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഇൻറ്റു എന്നാവും. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസിനെ നമ്മൾ എസ് ഇൻറ്റു ആ ടേം എന്നാണ് പറയാം. സോ എസ് ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് ഐ ഓഫ് സീറോ എന്ന് പറയും. ഈ ഐ ഓഫ് സീറോ എന്താ? ഇനീഷ്യലി ആ ഇൻഡക്ടറിൽ എന്തെങ്കിലും കറണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറണ്ടിനെയാണ് നമ്മൾ ഐ ഓഫ് സീറോ എന്ന് പറയാം. യൂഷ്വലി പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഈ ഐ ഓഫ് സീറോ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, സീറോ ആയിട്ട് എടുക്കാം. അതർവൈസ് അവർ സ്പെസിഫൈ ചെയ്യും ഇനീഷ്യലി ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ വാല്യൂ ആണ് ഐ ഓഫ് സീറോ. സോ എൽ ഇൻറ്റു എസ് ഐ ഓഫ് എസ് മൈനസ് ഐ ഓഫ് സീറോ. ഇനി നേരെ മറിച്ച് ഇൻഡക്ടറിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ് നോക്കുക. കറണ്ട് ഐ എൽ ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ വി ഡി ടി എന്നാണ് ഇൻഡക്ടറിലേക്കുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ. സോ നമുക്ക് എന്ത് വരും? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. ഐ ഓഫ് എസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ വിക്ക് പകരം നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ നമുക്കത് എസ് ബൈ എസ് എന്ന് വരും. വി ബൈ എസ് എന്നാവും. 1/L ഇൻറ്റു വി ബൈ എസ്. പ്ലസ് ഇവിടെ ആരും കൂടി ഉണ്ട്, ഇനീഷ്യൽ കറണ്ട് ഐ ഓഫ് സീറോ ഉണ്ട്. സോ പ്ലസ് ഐ ഓഫ് സീറോ ബൈ എസ്. കാരണം ഈ ഐ ഓഫ് സീറോ കിടക്കുന്നത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ. സോ അല്ലെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ പുറത്താണ് അല്ലേ? ഇൻ്റഗ്രൽ വി ഡി ടി പ്ലസ് ഐ ഓഫ് സീറോ. ആ ഐ ഓഫ് സീറോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ ആ കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നതും ഐ ഓഫ് ബൈ എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ആയി. അപ്പോൾ ഐ ഓഫ് സീറോ ബൈ എസ് എന്ന് വരും. പിന്നെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോഴും 1/S എന്ന് വരും. സോ 1/L ഇൻറ്റു ഇൻ്റഗ്രൽ 1/L വി ഇൻറ്റു വി ബൈ എസ് പ്ലസ് ഐ ഓഫ് സീറോ ബൈ എസ് എന്ന് വരും. ഇനി നമുക്ക് കപ്പാസിറ്ററും കൂടി ഉണ്ട്. സോ നമുക്ക് കപ്പാസിറ്ററിനെ നോക്കാം.
കപ്പാസിറ്ററിനെ നമ്മൾ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കപ്പാസിറ്ററിൻ്റെ സി, കപ്പാസിറ്ററിൻ്റെ കൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു അല്ലേ? നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ V = 1/C ഇൻ്റഗ്രൽ I dt എന്ന് വരും. പ്ലസ് എന്തുണ്ടാവും? V0. ആ V0 എന്ന് പറയുന്നത് ഇനീഷ്യലി ചാർജ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ കപ്പാസിറ്റർ ഇനീഷ്യലി ചാർജ് ചെയ്തിട്ടുള്ള വാല്യൂ V0 പ്ലസ് 1/C ഇൻ്റഗ്രൽ I dt. സോ അതിൻ്റെ f(s) എടുക്കുമ്പോൾ നമുക്ക് കിട്ടാം V(s) = വിയുടെ V(s) എന്നായി V0 ഉണ്ട് ഒരു ടേം. സോ V0ന് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് V0/s പ്ലസ് 1/C ഇൻ്റഗ്രൽ. ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ വീണ്ടും അത് 1/s എന്നാവും. അതായത് 1/CS I(s) എന്നിട്ട് അതായത് I(s/1/CS). ഇവിടെ V(s) എന്ന് പറയുകയാണെങ്കിൽ VS എന്ന് പറയും. V/. ഇനി നമുക്കുള്ളത് അടുത്തത് ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് കാണാൻ I = C × dV/dt എന്ന് പറയും നമ്മൾ അല്ലേ? I = C × dV/dt. അതായത് I(s) ലാപ്ലേസ് എടുത്ത് കഴിയുമ്പോൾ I(s) ആവും. C × d/dt ടേമിൻ്റെ ലാപ്ലേസ് എന്താവും? S എന്നാവും. CS × V(s). CS V(s) പ്ലസ് ഓർ മൈനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് V0, ഇനീഷ്യൽ ചാർജ് V0. നമ്മൾ ഇൻഡക്ടറിൻ്റെ എഴുതി അതേപോലെ തന്നെയാണ് ഇവിടെ കപ്പാസിറ്ററിൻ്റെ. ഇൻഡക്ടറിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അതിനോട് സിമിലർ ആയിരിക്കും കപ്പാസിറ്ററിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ I(s) = C × SVs മൈനസ് അല്ല പ്ലസ് V0. പ്ലസ് ആവാം മൈനസ് ആവാം, നിങ്ങൾ എങ്ങനെയാണോ കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്നത്, ഏത് പൊളാരിറ്റിയിലേക്കാണോ ചാർജ് ചെയ്തിരിക്കുന്നത് ആ ഡയറക്ഷൻ അനുസരിച്ച് പ്ലസ് ഓർ മൈനസ് V0 എന്ന് വരും. ഇത്രയാണ് നമുക്ക് സർക്യൂട്ട് അനാലിസിസ് നടത്തുമ്പോൾ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇൻഡക്ടറിൽ, റെസിസ്റ്ററിൽ, കപ്പാസിറ്ററിലൊക്കെ എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ്, വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇക്വേഷൻസിൽ വരുന്ന ചേഞ്ചസ് എന്ന് അറിഞ്ഞിരിക്കണം. സോ അപ്പോൾ ഈ ടേബിളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ടേബിൾ. ഈ ടേബിൾ അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്സിലേക്ക് ശരിക്കും നമ്മുടെ മൊഡ്യൂളിൽ ഓരോ ടോപ്പിക് വൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്സൊക്കെ ബേസിക് ഐഡിയാസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ഫസ്റ്റ് ടോപ്പിക്, ഈ മൊഡ്യൂളിലത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്.